സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെയും ഭവനമായ അള്ളാഹുവിന്റെ മസ്ജിദിന്റെ ഉള്ളറയിൽ അള്ളാഹുവിന് ദിക്റ് ചൊല്ലി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ഉറക്കത്തിലേക്ക് വഴുതി വീണ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ചൂരി പള്ളിയിലെ മുഅദ്ദിൻ സാഹിബ് ഏതോ കശ്മലന്മാരാലോ ഭീരുത്വത്തിന്റെ പാണ്ഡമേറി നടക്കുന്ന ശ്വാനന്മാരാലോ അറുകൊല ചെയ്യപ്പെട്ട അതിദാരുണമായ സംഭവം ഞാനും നിങ്ങളും അറിഞ്ഞു. അള്ളാഹുവിന്റെ ഭവനം, ആ ഭവനത്തിന്റെ ഉള്ളിലാണ് ഈ രക്തരൂക്ഷിതമായ ഒരു നരനായാട്ട് മനുഷ്യ മനസ്സുകളെ മരവിപ്പിച്ചുകൊണ്ട് നടത്തിയത്. ധൈര്യമുള്ളവനോ അല്ലെങ്കിൽ മാതൃത്വത്തിൽ പിറന്നവനോ ആണ് എങ്കിൽ നേർക്ക് നേരെയാണ് വരേണ്ടത്. പലപ്പോഴും പാതിരാവിന്റെ പാതി വഴിയിൽ പതിയിരുന്ന് മുസ്ലിം മക്കളെ അറുകൊല ചെയ്യപ്പെടുന്ന അവസ്ഥകൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീദ് അലവിക്കുഞ്ഞു മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ഷഹീദ് കാട്ടൂർ അലി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തുടങ്ങി വയോവൃദ്ധന്മാരും പണ്ഡിതന്മാരും അതുപോലെ ചെറുപ്പക്കാരെയുമായ ആളുകളെ ഈ ഭീരുത്വത്തിന്റെ പാണ്ഡമേറിയ വർഗീയവാദികൾ അറുകൊല ചെയ്യപ്പെടുന്ന സംഭവം നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലുള്ള പരീക്ഷണങ്ങളിൽ പതറുന്നവരല്ല ഇവിടുത്തെ മുസ്ലിം സമൂഹം. കാരണം സമാധാനത്തിന്റെ ഗേഹമായ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ 24 മണിക്കൂറും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായ മദീന മുനവ്വറയിൽ സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ഇസ്ലാമിന്റെ ധീര വീരനായിരുന്ന മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പാതിരാവിന്റെ പാതി വഴിയിൽ പതിയിരുന്നുകൊണ്ട് അക്രമത്തിന് വിധേയനാക്കി ആ അക്രമത്തിൽ ഈ ലോകത്തോട് നിന്ന് ഷഹീദായി വീരമൃത്യു വരിച്ചുപോയ മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുണക്കുട്ടികളാണ് ഇവിടുത്തെ മുസ്ലിം മക്കൾ. മഹാനായ സയ്യിദുന ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുണക്കുട്ടികളാണ് ഇവിടുത്തെ മുസ്ലിം മക്കൾ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമൈർ റളിയല്ലാഹു തആല അൻഹു ശത്രുവിന്റെ വെട്ടേറ്റ് ഒരു കരം തൂങ്ങിക്കടന്നപ്പോൾ ആ കരത്തിന്റെ ആകുലതകളും വ്യാകുലങ്ങളും എന്നെ അനവസരപ്പെടുത്തിയാൽ ഇവിടെ ഇസ്ലാമിന് നഷ്ടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ബിസ്മില്ലാഹ് എന്ന ഉച്ചൈസ്തരം അല്ലാഹുവിന്റെ ദിക്ർ ഉച്ചരിച്ചുകൊണ്ട് ആ വലത് കരം ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പോർക്കളത്തിലേക്ക് സമാധാനം ഇവിടെ പുനഃസ്ഥാപിക്കാൻ യഥാർത്ഥ വിശ്വാസത്തിന് വേണ്ടി ചാടിയിറങ്ങിയ മഹാനായ സയ്യിദുന ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുയായികളായ നമുക്ക് പതറേണ്ടതില്ല, നമുക്ക് ഭീരുവാകേണ്ടതില്ല. മഹാനായ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആപ്തവാക്യം, അല്ലയോ ഇസ്ലാമിന്റെ ശത്രുക്കളെ, അല്ലയോ ഇസ്ലാമിന്റെ വിദ്യാർത്ഥികളെ, നിങ്ങളെ നാളെ കത്തിക്കാളപ്പെടുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ സ്വർഗീയമായ ആ ഉന്നതമായ അനുഗ്രഹത്തിന്റെ വിശുദ്ധമായ ഭവനത്തിലേക്ക് ഞങ്ങളെയും ആനയിക്കുമ്പോൾ അവിടെ വെച്ച് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഇതുപോലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് രാജ്യത്ത് സമാധാനത്തിന് വിഘാതം സൃഷ്ടിച്ച് മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പറ്റം ശ്വാനന്മാരായ ഭീരുക്കളായ ആളുകളുടെ ഈ പ്രവർത്തനത്തിൽ ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതില്ല. കാരണം ഇസ്ലാമിന്റെ തുടക്കം മുതൽ, ഇസ്ലാമിന്റെ ആവിർഭാവം മുതൽ ഈ ശത്രുക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുസ്ലിം മക്കൾ നെഞ്ചിലേറ്റുള്ള നമ്മുടെ കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ യാഥാർത്ഥ്യവുമാണ്. എന്ത് ഈ സ്വർഗമുണ്ടല്ലോ, അതൊരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് സീതാ ഒരു മുസ്ലിം ലേബലിൽ ഇങ്ങ് കടന്നു വരാമെന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കണ്ട. മറിച്ച് ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് ഭീകരാന്തരീക്ഷ
പരീക്ഷങ്ങളിൽ നേരിട്ട ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ, അവരുടെ പുണ്യപാദാംബുജങ്ങളെ പിൻപറ്റിയ ഒരുപാട് അനുചരന്മാർ, സഹാബത്തുൽ കിറാം, അവരുടെ വീര്യം ഒരുപക്ഷെ അവരുടെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള ഒരു ചെറിയ പരീക്ഷണവും നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പതറാൻ പാടില്ല, നിങ്ങൾ ചിതറാൻ പാടില്ല. അടരാത്ത സന്മനസ്സോട്, പതറാത്ത പാദത്തോട്, ചിതറാത്ത ചിത്തത്തോട് ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക, ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക. അതാണ് ഒരു മുസ്ലിമിന് കരണീയം. ആ അർഹമുർ റഹീമീനായ അല്ലാഹു, ആ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സമാധാനത്തിന്റെ ആ സുന്ദരമായ വചനങ്ങള് ആ പരിസരവാസികളായ ശ്രോതാക്കളുടെ മുഴുവൻ ശ്രവണപുടങ്ങളെയും കോർമ്മയിൽ കൊള്ളിപ്പിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന മധുര മനോഹരമായ മന്ത്രധ്വനി ഉച്ചരിച്ചിരുന്ന മുഅദ്ദിൻ സാഹിബ്, അല്ലാഹുവേ, സ്വർഗത്തിൽ പാറി പറന്ന് കളിക്കുന്ന ഒരു ശലഭമാക്കി, ഒരു കിളിയാക്കി നീ മാറ്റണേ അല്ലാ. അതിന്റെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ, അതിന്റെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങള് നിയമത്തിന്റെ മുന്നിൽ നീ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇതുപോലുള്ള കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കാരണമായ പ്രവർത്തനങ്ങളിൽ നിന്നും മുസ്ലിം സമൂഹത്തെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. സഹോദര സമുദായങ്ങളെയും നീ രക്ഷിക്കണേ അല്ലാ. വർഗീയവാദികളെ നീ ഒറ്റപ്പെടുത്തണേ അല്ലാ. ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി